അങ്ങനെ 2 ദിവസത്തെ നമ്മുടെ തോറ്റമ്പാട്ട് പരിപാടികളും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും തിരിച്ച് ജോലിക്ക് പോകുന്നു. ഞാൻ തിരിച്ച് എന്തോൾക്ക് പോകലൊക്കെയാണ് കേട്ടോ. അപ്പം അമ്മ രാവിലെ തന്നെ ടാറ്റയൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങണം. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴാണ് പോകാമെന്നാണ് ചോദിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറിട്ടിട്ട് പോയാൽ മതി എന്നാണ് കേട്ടോ അമ്മ അവിടെ നിന്നിട്ട് പറയുന്നത്. കൂടെ കണ്ണനും പോകുന്നുണ്ട്. കണ്ണെന്ന് പറയുന്നത് എൻ്റെ വലിയച്ഛൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ വീഡിയോ എടുക്കുന്നിട്ട് ഹായൊക്കെ തെറ്റുന്നുണ്ട്. അപ്പോൾ അവനും അച്ഛൻ്റെ കൂടെ തന്നെയാണ് പോണത്. അപ്പോൾ അവനെ തരൂര് ഇറക്കിയാൽ മതി. അപ്പോൾ അവൻ ബസ്സിന് പോകാതെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കണ്ണനും കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ പോണത്. അപ്പോൾ കണ്ണനോട് ആദ്യം കയറി, അത് കഴിഞ്ഞിട്ട് എന്നെ ആദ്യം ഇറക്കുന്നൊക്കെയാണ് അമ്മയോട് കിടന്ന് പറയുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ലുല്ലു നോക്കിയിരിക്കുന്നുണ്ട് അവർ പോണത്. അപ്പോൾ അവർ പോയതിൻ്റെ പിന്നാലെ ഞാനും അച്ഛൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണം. അപ്പോൾ പുട്ടും രാവിലെ ചിക്കനും ആയിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നൊയമ്പല്ലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി ചോറൊക്കെ ഉണ്ട്. ഉച്ചയാകുമ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊന്നും കൊണ്ടുപോകണില്ല. ആകെ ഇപ്പോൾ 1-2 ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോകണുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ലാപ്ടോപ്പും. അപ്പോൾ ഞാൻ പോവാമെന്ന് അറിഞ്ഞപ്പോൾ അമ്മാമ്മയും ചാച്ചനും ചീരയാണ് നിന്നിട്ട് നുള്ളി വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ് ചീര. അപ്പോൾ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ കുഞ്ഞ് കൃഷിത്തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ചീരയും അതേപോലെ തന്നെ കൊള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മാമ്മ നുള്ളിയ ചീരയൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ കെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മുട്ടയൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സൂപ്പർ മാർക്കറ്റിൽ കയറി മുട്ടയൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അതും കൊടുത്തിട്ട് നമ്മൾ നേരെ അയ്യന്തോൾക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ എല്ലാവരുടെയും തല ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്കൂളാണ് ഞങ്ങൾ പഠിച്ച ദീപ്തി സ്കൂളും LP UP ഒക്കെയാണ് ഈ കാണുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ നമ്മുടെ തലയൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവസാനം ഒരു നെടുവീർപ്പിടലാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ കയറാൻ നിന്നില്ല വീട്ടിലേക്ക്. ബാഗൊക്കെ തന്നിട്ട് അച്ഛൻ പോകാനായിട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ എന്തോൾക്ക് എത്തി ബാഗൊക്കെ എടുത്ത് വെച്ച് സുഖമായിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.